ഇപ്പോൾ ബജറ്റിൽ സ്വകാര്യ ബസ്സുകൾക്ക് ചില പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. നികുതി 50% കുറച്ചുകൊണ്ടുള്ള ഒരു ആശ്വാസകരമായ തീരുമാനമാണ്. ഇതിനോട് സ്വകാര്യ ബസ് ഓപ്പറേറ്റേഴ്സ് പ്രതികരിക്കുന്നുണ്ട്. അവരുടെ വാക്കുകളിലേക്ക്. സംരക്ഷിക്കുക, പ്രത്യേകിച്ച് സ്വകാര്യ മേഖലയെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിരുന്നു. 50% ഞങ്ങളുടെ വാഹന നികുതിയിൽ കുറവ് വരുത്താൻ ഇന്നത്തെ ബഡ്ജറ്റ് പ്രഖ്യാപനം ഉണ്ടായി. അപ്പം ഞാനിതിൻ്റെ ഈ 50% കുറവിൻ്റെ ഫിഗർ ഒന്ന് ആദ്യം നിങ്ങളോടൊന്ന് പറയാം. നിലവിൽ 50% കുറവ് എന്നൊക്കെ പറയുമ്പോൾ ഒരു വാഹന നികുതി ഇനത്തിൽ 50% കുറവ് വരുത്തുക എന്ന് പറഞ്ഞാൽ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ചെറിയ കാര്യമായിട്ട് ഞങ്ങൾ കണക്കൂട്ടുന്നില്ല. ഒരുപാട് വലിയ നികുതി അടയ്ക്കുന്നവരാണ് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ. അപ്പോൾ അവർക്കതൊരു വലിയ ഒട്ടനവധി വാഹനം അടയ്ക്കുമ്പോൾ വലിയൊരു ഫിഗർ വരുന്നതാണ്. പക്ഷെ അതിൻ്റെ ഓരോ ബസ് ഉടമയ്ക്കും ഉണ്ടാകുന്ന അതിൻ്റെ നേട്ടം എന്താണെന്ന് കൂടി ആദ്യം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇവിടെ സാധാരണ ഏറ്റവും കൂടുതൽ ഓടുന്ന ബസ്സുകളിൽ 38 സീറ്റ് വലിപ്പമുള്ള ബസ്സുകളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ സ്വകാര്യ മേഖലയിൽ ഓടുന്നത്. ഓടുന്ന 10,000-ലധികം ബസ്സുകളിൽ ഏതായാലും 8,000-ഓളം ബസ്സുകൾ 38 സീറ്റ് ഓളം വരുന്ന ബസ്സുകളാണ്. അതിന് നിലവിലെ ടാക്സ് ഞങ്ങൾക്കൊരു 90 ദിവസത്തേക്ക് 19,170 രൂപയാണ്. ആ 19,170 രൂപയുടെ 90 ദിവസത്തേക്കാണ് ഈ ടാക്സ്. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾക്ക് 213 രൂപയാണ് ടാക്സ് ഇനത്തിൽ കൊടുക്കേണ്ടി വരിക. അപ്പോൾ ഒരു ദിവസം 213 കൊടുക്കുന്നത് 50% കുറച്ചു എന്നുള്ളത് 106 രൂപ 50 പൈസ ഒരു ബസ് ഉടമയ്ക്ക് ഒരു ദിവസം സർക്കാർ ഇളവ് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ 50% ഇളവ് നൽകി എന്ന് പറയുമ്പോൾ ബസ് ഉടമയ്ക്ക് ഒരു ദിവസം ഒരു ബസ് സർവീസ് നടത്തിയാൽ കിട്ടുന്ന ടാക്സിൻ്റെ ഇളവിൽ ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് 106 രൂപ 50 പൈസയാണ്. ഇത് ഏറ്റവും കൂടിയത് 25,650 രൂപയാണ് ഏറ്റവും കൂടുതൽ ടാക്സ് അടയ്ക്കുന്ന വലിയ ബസ്സുകൾ. 48 സീറ്റ് ബസ്സുകൾ ഓടുന്നതിൽ 25,650 രൂപയാണ് 90 ദിവസത്തേക്ക് ടാക്സ്. അപ്പോൾ അതിനൊരു ദിവസത്തേക്ക് 285 രൂപയാണ്. അതിൻ്റെ പകുതി കുറച്ചാൽ ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 142 രൂപ 50 പൈസയാണ്. അപ്പോൾ ഏറ്റവും വലിയ ബസ്സിന് കിട്ടുക ഒരു ദിവസത്തെ അളവ് 142 രൂപ 50 പൈസയാണ്. 142 രൂപ 50 പൈസ കൊണ്ട് ഇളവ് കൊണ്ട് നമ്മുടെ ഇന്നത്തെ സ്വകാര്യ ബസ് വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള കാര്യം ഞങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പം ഏറ്റവും അടുത്ത കാലത്ത് പറയുമ്പോൾ ഇപ്പം 4 തവണയായിട്ട് വർദ്ധിപ്പിച്ച ഡീസലിൻ്റെ വില തന്നെ 8 രൂപയോളം വരും. കഴിഞ്ഞ ബസ് ചാർജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന് ശേഷം 2 രൂപ സോഷ്യൽ സെക്യൂരിറ്റി സെസ് വന്നപ്പോൾ അതിൽ 2 രൂപ വർദ്ധിച്ചു. അപ്പം ഞങ്ങൾക്ക് നിലവിൽ ഡീസലിൽ മാത്രം 10 രൂപയുടെ വർധനവുണ്ടായി. അതായത് ഒരു ദിവസം 80 ലിറ്റർ ഡീസൽ അടിക്കുന്ന വണ്ടിക്ക് എന്നിട്ട് 640 രൂപ 640 രൂപയുടെ വർധനവ് ഡീസലിൽ മാത്രം 640 രൂപയുടെ വർധനവ് ഒരു ദിവസം ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞു. ഇതിൽ 90 അടിക്കുന്നതും 100 അടിക്കുന്ന വണ്ടി ബസ്സുകളൊക്കെ വേറെ ഉണ്ട്. ഞാനൊരു ആവറേജ് ബസ്സിനെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഈ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 50% ഈ നികുതി ഇളവ് ഈ വ്യവസായത്തെ നിലനിർത്താൻ ഉതകുന്ന ഒന്നല്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. ഞങ്ങൾക്ക് വലിയ ഗുണം കിട്ടുമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ നിലവിൽ ഇപ്പോഴത്തെ ഞങ്ങളുടെ വിഷയങ്ങൾ നിലനിൽക്കുമ്പോൾ അത് ഞങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. പിന്നെ ഇന്ധന ഗ്യാരണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ ബസ്സുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു KSRTC ബസ് ഓടുന്ന ഒരു റൂട്ടിൽ ഒരു പ്രൈവറ്റ് ബസ് ഓടുന്ന റൂട്ടിൽ ഒരു KSRTC അരമണിക്കൂർ മുമ്പോ അരമണിക്കൂർ പിന്നിലോ വന്നാൽ പോലും ഞങ്ങൾക്ക് യാത്രക്കാരെ സ്ത്രീ യാത്രക്കാർ ഞങ്ങളുടെ ബസ്സിൽ കയറില്ല. ഈ അരമണിക്കൂർ മുമ്പും അരമണിക്കൂർ ശേഷവും ഈ സ്ത്രീ യാത്രക്കാർ KSRTC ബസ്സിന് കാത്തു നിൽക്കുന്ന ഒരു സ്ഥിതി നമ്മുടെ ബസ് സ്റ്റാൻഡുകളിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പം ഞങ്ങളുടെ ബസ്സുകളിൽ 70% വരുന്ന യാത്രക്കാരായിട്ടുള്ള സ്ത്രീകളുടെ സാന്നിധ്യം ബസ്സുകളിൽ വളരെ കുറവാണ്. അപ്പം ഞങ്ങളുടെ കളക്ഷനിൽ ദിവസ കളക്ഷനിൽ 40 മുതൽ 50% വരെ കുറവ് ഞങ്ങൾക്ക് ഈ 5 ദിവസങ്ങളിലും ഞങ്ങൾക്കിത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പം 4,000-ഉം 5,000-ഉം കുറവ് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ നമ്മുടെ പല ജില്ലകളിലും 25-ഉം 20 ബസ്സുകൾ ഓടുന്ന ഉടമകളൊക്കെ ഇപ്പം തന്നെ വിളിച്ചു പറയുകയാണ് ഞങ്ങൾ നിർത്താൻ പോവാണ്. പലരും ഇപ്പോൾ 4-5 ബസ്സുകളൊക്കെ നിർത്തി. ഞാൻ മനസ്സിലാക്കുന്നത് ഈ 30-ാം തീയതിയോടുകൂടി 30-ാം തീയതി വരെയാണ് ഞങ്ങൾ ടാക്സ് അടച്ചിട്ടുള്ളത്. 30-ാം തീയതിയോടുകൂടി ഈ ബസ്സുകളൊക്കെ ഞങ്ങൾ റോഡുകളിൽ നിന്ന് പിൻവലിക്കാൻ നിർബന്ധിതരാകും.
ഇവരൊക്കെ ഈ ബസ്സുകളൊക്കെ കയറി ഞങ്ങളൊരു സമര പ്രഖ്യാപനത്തിനൊന്നും ആവശ്യം വരുന്നത് തോന്നുന്നില്ല. അതിന് മുമ്പ് തന്നെ ജൂലൈ 1 ശേഷം സംസ്ഥാനത്തെ ബസ്സുകൾക്ക് ഓടാൻ കഴിയാത്ത ഒരു പരിസ്ഥിതി വരും. ഈ വിഷയങ്ങളൊക്കെ ഞങ്ങൾ നേരത്തെ നിങ്ങൾ പങ്കുവച്ചതാണ്. അപ്പോൾ സ്വകാര്യ ബസ്സുകളെ സംരക്ഷിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പാക്കേജ് കേവലം 50% നികുതി കുറയ്ക്കലല്ല. അതിന് ഞങ്ങൾ ചെറുതായി കാണുന്നേ ഇല്ല. 50% നികുതി കുറയ്ക്കൽ വലിയൊരു സംഭവമായിട്ട് ഞങ്ങൾ കാണുന്നു. കഴിഞ്ഞ ഗവൺമെന്റ് 2 തവണയായിട്ട് 14% നികുതി ഞങ്ങൾക്ക് കുറച്ച് തന്നതാ. ഞങ്ങൾക്ക് 14% കുറച്ചിരുന്നു. പക്ഷെ അന്ന് മറ്റ് ചെലവുകൾ വർധനവും നമുക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനുശേഷം ഉണ്ടായ വർധനവൊക്കെ ഇങ്ങനെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ച പാക്കേജുകളൊന്നും തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഞങ്ങൾ സംസ്ഥാന സർക്കാരിനോട് വെക്കാവുന്ന ഒരു നിർദ്ദേശം, അതായത് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഈ സ്ത്രീ ജനങ്ങൾക്ക് സൗജന്യ യാത്ര എന്നുള്ളതാണെങ്കിൽ അത് കേവലം സംസ്ഥാനത്തെ പകുതി ജില്ലകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യം. പകുതി ജില്ലകളിൽ മാത്രം ആണ് കാര്യമായ പ്രയോജനം സ്ത്രീകൾക്ക് ലഭിക്കുന്നുള്ളൂ. ഇപ്പോൾ വടക്കൻ ജില്ലകളിലൊക്കെ അത്ര പ്രയോജനം ലഭിക്കുന്നില്ല. ഞങ്ങൾ പറയുന്നത് സംസ്ഥാനത്തെ ഗവൺമെന്റ് സ്ത്രീ ശാക്തീകരണത്തെ മുൻതൂക്കം നൽകുമ്പോൾ ഗവൺമെന്റ് ഒരു കാര്യം തീരുമാനിക്കുകയാണ്, എല്ലാ സ്ത്രീകൾക്കും ഒരേമാതിരി സൗജന്യം ലഭിക്കുന്ന ഒരു തീരുമാനം ഉണ്ടായാൽ KSRTC സംബന്ധിച്ചിടത്തോളം വടക്കൻ മേഖലയിലൊന്നും വ്യാപിക്കാൻ കഴിയില്ല. അപ്പം ഞങ്ങളുടെയും കൂടി സഹായം വേണം. ഞങ്ങളും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീ സൗജന്യ യാത്രയോട് ഞങ്ങളും സർക്കാരിനോട് യോജിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. അപ്പം അങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി. സർക്കാർ ഇപ്പോൾ KSRTC ചെയ്യുന്ന മാതിരി ഞങ്ങളും 0 ടിക്കറ്റിംഗ് അടിച്ചു കൊടുക്കാം. അത് ആ പണം ഞങ്ങൾക്ക് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം സർക്കാർ ഉണ്ടാക്കി തന്നാൽ മാത്രമേ സ്വകാര്യ ബസ്സുകൾക്ക് ഇനി സർവൈവ് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അക്കാര്യത്തിൽ ഈ ടാക്സ് കുറവ് കൊണ്ടൊന്നും മാത്രം സ്വകാര്യ ബസ്സുകൾ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഞങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ, ഞങ്ങൾ ഡീസലിലൊക്കെ വലിയ വില കുറയ്ക്കുന്നതാണ് ഞങ്ങൾ വിചാരിച്ചത്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അടുത്ത കാലത്ത് നമ്മൾ ആ ഒരു പ്രതീക്ഷയിൽ നിൽക്കുകയാണെങ്കിൽ പുതിയ തെരഞ്ഞെടുപ്പുകളൊന്നുമില്ല. കേന്ദ്ര ഗവൺമെൻറ് എത്രത്തോളം കുറയ്ക്കും, കേന്ദ്ര ഗവൺമെൻറ് എക്സൈസ് ഡ്യൂട്ടി കുറച്ചത് മാത്രം കുറയ്ക്കുമോ, വിലയിൽ ബാധിക്കുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ നാളെ കേന്ദ്ര ഗവൺമെൻറ് ഡീസലിന് വില കുറയ്ക്കും, അല്ലെങ്കിൽ അത് കുറയും ഇത് കുറയും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാത്തു നിൽക്കാനൊന്നും ഞങ്ങളെ കൊണ്ട് കഴിയില്ല. അടിയന്തരമായി ഞങ്ങളുടെ കാര്യത്തിൽ ഒരു പുനഃചിന്തനം നടത്തി ബസ്സുകൾ ഓടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നില്ലെങ്കിൽ സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ ഒരു മുന്നറിയിപ്പില്ലാതെ ഏത് നിമിഷവും നിന്നു പോകുന്ന സ്ഥിതിയിലേക്കാണ് നിലവിൽ കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ബഡ്ജറ്റിന് മുമ്പ് ധനകാര്യമന്ത്രി ഞങ്ങൾ കണ്ടിരുന്നു. ബഡ്ജറ്റിന് മുമ്പും കണ്ടിരുന്നു. ഇദ്ദേഹം മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് ഞങ്ങൾ കണ്ടിരുന്നു. പ്രൈവറ്റ് ബസ് ഓണേഴ്സിന്റെ വാർത്താ സമ്മേളനമാണ് കണ്ടത്. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ, അതായത് സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയിൽ അവരും പങ്കാളികളാകാൻ താല്പര്യപ്പെടുന്നുണ്ട്. പക്ഷേ KSRTCക്ക് നൽകുന്നത് പോലെ അവർക്കും സമാനമായ പണം, അതായത് 0 ടിക്കറ്റ് അടിച്ചു നൽകുന്ന പണം സർക്കാർ നൽകിയാൽ അവരും തയ്യാറാകും എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആ പ്രഖ്യാപനത്തെ മുഖ്യമന്ത്രി എങ്ങനെ കാണുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം